തമിഴ് ബ്രാഹ്മിൻസ് മസ്റ്റായിട്ട് ദീപാവലിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് ഈ ഉക്കാര. കടലപ്പരിപ്പും ശർക്കരയും ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉക്കാര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 കിലോ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് 240 ml കപ്പിൽ 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1/4 കിലോ കടലപ്പരിപ്പുണ്ട്. ഇത് 3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് കുക്കറിലോട്ട് മാറ്റാം. ഞാനിവിടെ നല്ലപോലെ കഴുകി കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. പരിപ്പ് മുങ്ങുന്ന അളവിൽ വെള്ളം ഒഴിച്ച ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ആവി വന്ന ശേഷം വിസിലിടുക. 3 വിസിലൊന്ന് വേവിച്ചെടുക്കാം. ആവിയൊക്കെ പോയ ശേഷം വിസിലൊന്ന് തുറന്നു നോക്കാം നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ കടലപ്പരിപ്പിന്റെ വേവ് ഓരോ പരിപ്പിനനുസരിച്ചിട്ടും ചിലപ്പോൾ വ്യത്യാസം വരാം. അപ്പം അത് നോക്കുക. പരിപ്പ് വേവിച്ച് എടുക്കേണ്ട ഒരു അളവെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ നല്ലപോലെ വെന്തിട്ടുണ്ടാവണം. എന്നാൽ കുഴഞ്ഞിട്ടും ഇല്ല. തീരെ വേഗാതെയും ഉണ്ടാവാൻ പാടില്ല. ഇതൊരു ചിപ്പിലോട്ട് മാറ്റാം. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അടിയിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇതുപോലെ വെച്ചിരിക്കുക. കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വാർന്ന ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. ഒരു 2-3 ബാച്ചായിട്ടാണ് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മിക്സിയിലിട്ട് ഒരുപാട് നേരം നമ്മൾ കറക്കിയാൽ അത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് നിർത്തി വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ. ഇതുപോലെ ഞാൻ മുഴുവൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇട്ടിരിക്കുന്നത് ഞാൻ അവസാനത്തെ ബാച്ചാണ്. 1 പ്രാവശ്യം പൊടിച്ചു. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് മിക്സി ഓൺ ചെയ്ത് പൊടിച്ചെടുക്കാതിരിക്കുക. അപ്പോഴാണ് കുഴഞ്ഞു പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിർത്തിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. 1.25 കപ്പ് കടലപ്പരിപ്പിനാണ് ഞാൻ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചതച്ചിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇനി നേരത്തെ പൊടിച്ചു വെച്ച കടലപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചീനച്ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ഉരുകുമ്പോൾ നേരത്തെ കടലപ്പരിപ്പ് പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം തീയിലിട്ട് ഒരു 5 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ പുട്ടുപോലെ നല്ലപോലെ വെള്ളമയൊക്കെ മാറി പുട്ടിന്റെ കൺസിസ്റ്റൻസിയിലാവണം. ഞാനിവിടെ നോൺ സ്റ്റിക്ക് കടായി ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം കുക്കറോ ഉരുളിയോ ഒക്കെ കട്ടിയുള്ള ഏത് പാത്രവും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് ഓപ്ഷനിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ശർക്കരപ്പാനിയിൽ ഒരുമിച്ചിട്ട് വെള്ളം വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ കൂടുതൽ സമയം എടുക്കുന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ശർക്കര ഒന്ന് ഉരുക്കുകയാണ്. ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 1.25 കപ്പ് കടലപ്പരിപ്പിന്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.25 കപ്പ് ശർക്കര തന്നെ എടുക്കാം. ഇനി ഈ ശർക്കര മീഡിയം തീയിലിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കിയ ശേഷം ഒന്ന് അരിക്കണം. ഇതിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. ശർക്കര മുഴുവനായിട്ട് ഉരുക്കിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. അടിച്ചു വെച്ച ശർക്കര പാനി അതേ ചീനച്ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം തീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി മുഴുവനായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇത് മുഴുവനായിട്ട് കറി ഉണ്ടാക്കിയെടുക്കണം. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങയാണ് നേരത്തെ ചതച്ച് വെച്ചിരുന്നത്. അത് ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ 1 മിനിറ്റ് നല്ലപോലെ ഇളക്കിയ ശേഷം ഇനി കടലപ്പരിപ്പ് പൊടിച്ചു വെച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കടലപ്പരിപ്പ് പൊടിച്ച് വറുത്തത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനിയും കടലപ്പരിപ്പും തേങ്ങയൊക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉരുളിയോ കുക്കറോ അല്ല വേറെ കട്ടിയുള്ള ഏത് പാത്രം ഉപയോഗിക്കുന്നെങ്കിലും അടിയിൽ പിടിക്കാതെ നോക്കുക. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. 1.25 കപ്പ് കടലപ്പരിപ്പിന് ഞാനിവിടെ 1 കപ്പ് പൊടിച്ച ശർക്കരയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാനൊരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് കടലപ്പരിപ്പിന് 1.25 കപ്പ് പൊടിച്ച ശർക്കര തന്നെ എടുക്കാം. അതേ അളവിൽ. അപ്പം നല്ല മധുരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൈവിടാതെ തന്നെ ഒരു പുട്ടിന്റെ കൺസിസ്റ്റൻസി ആവുന്ന വരയ്ക്കും കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല തുരുതുരാന്ന് കിടക്കണം. പുട്ടുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ മൊത്തം 1 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉരുളിയോ കുക്കറോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കാരണം അതിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ തീ ഓഫ് ചെയ്യുക. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് കാഷ്യൂസും കൂടി ഒന്ന് വറുത്ത് കോരി ഇടണം. അതിനായിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കാഷ്യൂസ് 2ആയിട്ട്
പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ആകുന്നവരേക്കും ഒരു മീഡിയം തീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാണ്. ഇനി ഇത് ചൂടായ ഉക്കാരയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ദിവസം പുറത്ത് വെച്ചിരിക്കാം. അടുത്ത ദിവസമായാൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ഒരാഴ്ച വരെ നമുക്കിത് കേടാകാതെ സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.